ശിരസുയർത്തി പറയുക ലഹരിക്കടിപ്പെടിൽ ഒരു നാളും നാം വരം കണക്കെ കിട്ടിയ ജീവിതം എറിഞ്ഞുടക്കുകയില്ല നാം. മാന്യ സദസ്സിന് വന്ദനം. നിപ്പയും കൊറോണയും ഉരുൾപൊട്ടലും പ്രളയവും സുനാമിയും എല്ലാവിധ പ്രകൃതി ദുരന്തങ്ങളും മഹാമാരിയും തരണം ചെയ്ത കൊച്ചു കേരളം. എന്നാൽ ഇന്ന് നമ്മുടെ യുവതലമുറയെ പടർന്നു പിടിച്ചിരിക്കുന്ന ലഹരി എന്ന മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ പരിഭ്രാന്തിയോടെ വിറങ്ങലിച്ചു നിൽക്കുന്ന ഭീകരവും ബീഭത്സവുമായ അന്തരീക്ഷത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്തായി ലഹരി മൂലം ഉണ്ടായ ഒരു ദുരന്തത്തിലേക്കാണ് എന്റെ കൊച്ചുമോളായിട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അമ്മേ, ഞാൻ സ്കൂളിലോട്ട് പോവാട്ടോ. അനൂപ് എത്തി. എടാ അനൂപേ, ഇന്നലെ ആ ചേട്ടൻ തന്ന മിഠായിക്ക് ഒരു പ്രത്യേക രുചിയല്ലേ? എടാ അഫാന്, നീ അത് കഴിച്ചോ? ഞാനത് എന്റെ അമ്മക്ക് കൊടുത്തൊരു ചേട്ടൻ തന്നെയാണെന്ന് പറഞ്ഞു. അമ്മ എന്നെ അത് കഴിക്കാനേ സമ്മതിച്ചില്ല. ആരും ഒന്നും തന്നാൽ വാങ്ങി കഴിക്കരുത് എന്റെ അമ്മ തറപ്പിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അഫാനെ, ഈ കാര്യം വളരെ മോശമാണെന്നാണ് എന്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത്. ദേടാ അഫാനെ, ചേട്ടൻ നമ്മൾക്ക് ഇന്നലെ മിഠായി തന്നെ. ആ ചേട്ടൻ ചേട്ടാ, ഇന്നലെ തന്ന മിഠായിക്ക് ഒരു പ്രത്യേക രുചിയാ. ഒന്നും കൂടി ഉണ്ടോ എടുക്കാൻ? ആ മോനെ, നിനക്കത് ഇഷ്ടപ്പെട്ടല്ലേ? ഇന്നലെ ഫ്രീയാ, പക്ഷെ ഇന്ന് ക്യാഷ് വേണം. 50 രൂപ. അയ്യോ ചേട്ടാ, 50 രൂപയോ? അത്ര ക്യാഷ് ഒന്നുമില്ല എന്റെ കയ്യിലെടുക്കാൻ. എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞാ ചേട്ടാ. എന്നാ മോൻ ഒരു കാര്യം ചെയ്, ഞാൻ നിനക്ക് 5 മിഠായി തരാം. 4 മിഠായി നീ കൊണ്ടേ വിൽക്ക്, ബാക്കി 1 മിഠായി നിനക്ക് ഫ്രീ. ആടിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ചേട്ടാ. എടാ ജോസഫേ, നിനക്ക് വേണം ഈ മിഠായി? ലാസ്റ്റ് പീസാ മോനെ. ഈ മിഠായി കഴിച്ച സ്വപ്നലോകത്തേക്ക് ഒരു പോക്കാ. ആണോ? എത്ര ഇതിന് ക്യാഷ്? എനിക്കും വേണോ ഒന്ന്? എനിക്കും അറിയണ്ടേ സുഖങ്ങളൊക്കെ. വെറും നിസ്സാരമായ 50 രൂപ. പക്ഷേ 500ന്റെ സ്വപ്നം കാണാം, അതും അങ്ങ് മായാലോകത്ത് വെച്ച്. അങ്ങനെ എല്ലാ മിഠായും വിറ്റ് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് മിഠായി എനിക്ക്. ഈ സാധനം കൊള്ളാം. നാളൊക്കെയുള്ള ക്യാഷ് ഒപ്പിക്കണം. ചോദിച്ചാലോ അമ്മ തരില്ല. അമ്മ അറിയാതെ പതിയെ ലൂട്ടാം. ചേട്ടാ, ക്യാഷ് 50 റെഡിയാ. മിഠായി താ. മോനെ, ഇന്ന് കുറച്ച് കൂടിയ ഇനമാ സിന്തറ്റിക് സ്റ്റിക്കർ. ഇതാ, നാവിന്റെ അടിയിൽ ഇങ്ങനെ വെച്ചാ മതി. വേദന ഇല്ലാത്ത, ടെൻഷൻ ഇല്ലാത്ത ലോകത്തോട്ട് ഇങ്ങനെ പാറി 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 നടക്കാം. ഇന്ന് ഫ്രീയാ, ഒന്ന് നോക്കണോ? ചേട്ടാ. ചേട്ടാ, ഈ സാധനം കൊള്ളാം. നാളെ കുറച്ച് കൂടുതൽ വേണം കേട്ടോ. ഇന്ന് ഫ്രീയാ, നാളെ ക്യാഷ് വേണം. 1000 രൂപ. അയ്യോ ചേട്ടാ, 1000 രൂപയോ? അത്ര ക്യാഷ് ഒന്നുമില്ല എന്റെ കയ്യിലെടുക്കാൻ. എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞോ ചേട്ടാ. നീ എന്താച്ചാ കാണിക്ക്. കട്ടിട്ടോ കൊന്നിട്ടോ എന്താച്ചാ കൊണ്ടുപോവാ, ഞാൻ എല്ലാം എടുക്കും. അമ്മേ, ഞാൻ സ്കൂളിൽ നിന്ന് എത്തി. നാളെ സ്കൂൾ ടൂർ പോവാൻ ക്യാഷ് വേണം. 1000 രൂപ. നീ ഇപ്പൊ സ്കൂൾ ടൂർ ഒന്നും പോകണ്ട. ഇവിടെ ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി നിന്റെ അച്ഛനോടെ പ്രവാസിയായിട്ട് 10-30 കൊല്ലമായി ജോലി ചെയ്യുന്നു. തള്ളെ, എനിക്ക് നിങ്ങളുടെ പുരാണം ഒന്നും കേൾക്കണ്ട. എനിക്കിന്ന് ക്യാഷ് കിട്ടിയേ പറ്റൂ. എന്താ മോനെ ഈ കാണിക്കുന്നേ? അമ്മയോടാണോ കയർക്കുന്നേ? മുത്തശ്ശി തള്ളെ, അങ്ങ് മാറി നിന്നോ. എനിക്കിവിടെ എന്നെ തന്നെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയാ. നിങ്ങൾ ഇന്ന് എനിക്കിവിടെ ക്യാഷ് തരുന്നുണ്ടോ ഇല്ലയോ? എവിടാ വെട്ടുകത്തി? കിട്ടി. ചുറ്റുക. എല്ലാത്തിനും ഒറ്റടി കണ്ട് തീർക്ക. എന്നിട്ട് വാ തള്ള, ക്യാഷ് തരാവല്ലേ? മുത്തശ്ശി തള്ള കുറെ നേരെ ഗുണുഗുണെന്ന് പറഞ്ഞു. ഭാര്യ, നീ കുറെ നേരായി ലിപ്സ്റ്റിക്കും മേക്കപ്പ് ഒക്കെ അല്ലേ? കുഞ്ഞനിയൻ, നിനക്ക് കൊറേ ആൾക്കാരുണ്ടല്ലേ? നിങ്ങളിവിടെ എല്ലാരും പൊന്നാരിച്ച് 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 ഇവിടെ ആർക്കും എന്നെ വേണ്ട. എസ് ഇല്ല ഇവിടെ? സാറേ, ആ കണക്ക് ഞാനങ്ങ് തീർത്തു. 10 മാസം ഗർഭം ചുമതതിന്റെ കണക്ക്. ഇപ്പോൾ കിട്ടിയ വാർത്ത. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലെ അഫാൻ എന്ന യുവാവ് കുടുംബത്തിലെ 5 പേരെ ദാരുണമായി കൊലപ്പെടുത്തി. സ്വന്തം കുഞ്ഞനിയന്റെ കണ്ണും തലയും അടിച്ചു തകർത്തുന്ന
സ്വന്തം അമ്മയുടെ അടിവയറും തലയും അടിച്ചു തകർത്തു. മറ്റു കുടുംബാംഗങ്ങളുടെയും കാമുകിയുടെയും മൃതദേഹങ്ങൾ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്നു. സേ നോ ടു ഡ്രഗ്സ്, സേ നോ ടു ഡ്രഗ്സ്. എന്റെ ഈ കൊച്ചു മോളാക്കിയുടെ അവസാനിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം.